ലഞ്ചിന് ചോറും പിന്നെ നല്ല വാഴയ്ക്ക മെഴുക്കുരട്ടി കേട്ടോ. ഇതാണ് ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. നല്ല കാന്താരിയൊക്കെ ഇട്ട് അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ പറമ്പിലുണ്ടായ വാഴയ്ക്ക എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതലെടുത്തു. പക്ഷേ മൂടി വെച്ചില്ല. പിന്നെ അടുത്തത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. എന്താണെന്നറിയണ്ടേ? കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചമ്മന്തി. ഇതെന്ത് ചമ്മന്തിയാണെന്നോ? പുളിച്ചമ്മന്തി. ഇച്ചിരി എരിവ് കൂട്ടിയാണ് ഇപ്രാവശ്യം ഇട്ടേക്കണത്. ഇത്രയേ ഉള്ളൂ നമുക്ക് കറിയായിട്ട്. പിന്നെ ഡെസേർട്ട്. ഇതെന്താ സംഭവം എന്നല്ലേ? ഇത് ഓട്സ്, ഡേറ്റ്സ്, പഴം പിന്നെ പാല് ഒക്കെ വെച്ച് മിക്സാക്കി നമ്മൾ ഉണ്ടാക്കിയൊരു ഉണ്ടാക്കിയൊരു ഡെസേർട്ടാണ്. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ എടുത്തേക്കുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഈവൻ ശർക്കര പോലും ആഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഡേറ്റ്സാണ് കേട്ടോ. കുറച്ച് ബദാമും കൂടി ഇടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പം ഇതാണ് നമ്മുടെ ഇത്. പിന്നെ അതല്ലാതെ കുറച്ച് മാങ്ങയും കൂടി ഉണ്ട്. ഇത് മാങ്ങയാണേ. ഇച്ചിരി പുളിയുണ്ട്, അത്ര നല്ല മധുരമൊന്നുമല്ല. നമുക്ക് കഴിക്കാം. അച്ചാറും കൂടി ഉണ്ട്, പക്ഷേ അച്ചാറൊന്നും വേണ്ട, ചമ്മന്തി ഉള്ളതുകൊണ്ട്. ഇത് കടല, ഇത് ചക്ക വറുത്തത്. ചക്ക വറുത്തത് ഇത് വീട്ടിലുണ്ടാക്കിയ ചക്ക വറുത്തത്. കടയിൽ നിന്ന് മേടിച്ച കടല. എവിടെ പോയി? കടല അടിപൊളിയാണ്. കഴിച്ച് നോക്കണം. ചായ തിളയ്ക്കാൻ വെച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ചായ കിട്ടും. ആണോ? കണ്ടക്ടറിനോടും ദേഷ്യമോ? എന്തായാലും നമ്മൾ മൾബറിയൊക്കെ നല്ല സൂപ്പറായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ പോവാണ്. നല്ല ഡാർക്ക് കളറുള്ള അടിപൊളിയായിരിക്കും. മഴ പെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എണ്ണം കിട്ടിയേനെ. സാരമില്ല, ഇത് കഴിക്കാം. അപ്പം ഞാൻ കഴിക്കട്ടെ.